Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ SBM ബാങ്കിന്റെ ക്രെഡിലിയോ FD ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് നമ്മൾ പറയുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ്, സെക്യൂർ ക്രെഡിറ്റ് കാർഡാണ്. നമ്മുടെ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡൊക്കെ പോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള, പക്ഷേ കുറച്ചും കൂടി എന്താ പറയുക ബെനിഫിറ്റ്സ് കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ലുക്കും സെയിം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പക്ഷേ നമ്മുടെ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ബെനിഫിറ്റ് വെച്ചാൽ നമുക്ക് വെൽക്കം ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് വൗച്ചേഴ്സും കിട്ടുന്നുണ്ട് എക്സ്ട്രാ. അതാണ് ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് 90% ഓഫ് നമ്മുടെ FD എമൗണ്ടിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് 1% നമുക്ക് എല്ലാ റിവാർഡ് റേറ്റ് ആയിട്ട് നമുക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് എല്ലാ ട്രാൻസാക്ഷനും. അതുപോലെ തന്നെ 0 ജോയിൻ ഫീസ് ആണ്, ആനുവൽ ഫീസാണ് SBM ബാങ്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം. പിന്നെ നമുക്ക് FD ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ സെക്യൂർ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സ്കോർ സംഭവമൊന്നും ആവശ്യമില്ല. ആക്ച്വലി ഇത് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ആക്ച്വലി FD ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന FDക്ക് നമുക്ക് ഒരു 7% മിനിമം നമുക്കൊരു ഇൻട്രസ്റ്റ് സംഭവം കിട്ടും. ഡിപ്പെൻഡ്സ് അപ്പോൺ ടെനറാണ്. നോർമലി അവരുടെ ഫിക്സഡ് ടെനർ വരുന്നത് 390 ഡേയ്സിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ മിനിമം ഒരു 6 മാസമെങ്കിലും ഇടുക. അല്ലെങ്കിൽ അതിന് മുമ്പിൽ നമ്മളത് ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഫൈനും സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ക്രെഡിലിയോൻ്റെ. അപ്പോൾ അത് ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാണല്ലോ. എവിടെ പോയി നമുക്കതിൽ വെൽക്കം വൗച്ചർ ഗിഫ്റ്റായിട്ട് നമുക്ക് ലീഡിങ് ബ്രാൻഡ്സിൻ്റെ വൗച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് മാക്ഡൊണാൾഡ്സിൻ്റെ അല്ലെങ്കിൽ സ്വിഗ്ഗി വൗച്ചറായിട്ട് 75 രൂപ സ്വിഗ്ഗി വൗച്ചറോ അല്ലെങ്കിൽ മാക്ഡൊണാൾഡ്സിൻ്റെ വൗച്ചറായിട്ട് 250 രൂപയുടെ സാധനമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് 1% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ് എവരി സ്പെൻസിന്. 7% പെർ ആനം ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. FDക്ക് 0 ജോയിൻ ഫീസാണ്. വെർച്വൽ ആൻഡ് ഫിസിക്കൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈസി അപ്രൂവലാണ്. നമുക്ക് നോ ബ്യൂറോ ചെക്കോ ഡോക്യുമെന്റേഷൻ പ്രൂഫോ സംഭവമൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കാർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഇനീഷ്യലി ആദ്യത്തെ നമ്മളൊരു കാർഡ് നമുക്ക് ഇനീഷ്യലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരെണ്ണം നിങ്ങൾക്ക് ഒന്നെങ്കിൽ 3 ഗിഫ്റ്റ് കാർഡ് ഓഫ് ₹250 ഈച്ച് മിന്ത്രയുടെ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ 3 ഗിഫ്റ്റ് കാർഡ് ഓഫ് 500 ഈച്ച് ആയിട്ട് നമുക്ക് നൈക്കയുടെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ സൊമാറ്റോയുടെ 3 ഗിഫ്റ്റ് കാർഡ് ഓഫ് ₹200 ഈച്ച് 1 പെർ മന്ത് ആണ് എല്ലാം ഒരു മാസത്തിൽ ഒരെണ്ണം കിട്ടുക. അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയുടെ 3 ഗിഫ്റ്റ് കാർഡ് വർത്ത് ഈച്ച് 500 rupees ഈച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ആമസോൺ പേൻ്റെ ഗിഫ്റ്റ് കാർഡായിട്ട് 3 എണ്ണം 200 രൂപയുടെ പെർ മന്ത് ഒരെണ്ണം. അല്ലെങ്കിൽ 3 ഗിഫ്റ്റ് കാർഡ് ഓഫ് ₹250 മിന്ത്രയുടെ വൗച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാർഡ് കിട്ടിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് നമുക്ക് ചെയ്യണം കേട്ടോ. കാർഡ് പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം. അതായത് ഇനീഷ്യൽ പേയ്മെൻറ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വൗച്ചേഴ്സ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇനീഷ്യലി കിട്ടും കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡായിട്ടും കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്തായാലും ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈസിയായി കിട്ടും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ മൊബൈൽ നമ്പർ സംഭവങ്ങളൊക്കെ വെച്ച് ലോഗിൻ ചെയ്യാതെ ശേഷം നമുക്ക് പാൻ കാർഡ് ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് വെരിഫിക്കേഷൻ സംഭവം, അതുപോലെ തന്നെ ഒഫീഷ്യൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് FDയുടെ ഉള്ള ഓപ്ഷൻ വരും. ഇതിൽ മിനിമം വരുന്ന 5000 ആണ്, മാക്സിമം 50000. അപ്പോൾ 5000, 10000, 25000, 50000 നമുക്ക് ഏതെല്ലാം ഒരെണ്ണം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 10000 എങ്കിലും ഇവിടെ ആയിരിക്കും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ലിമിറ്റ് വേണമല്ലോ. അപ്പോൾ അതായിരിക്കും നല്ലത് കേട്ടോ കുറച്ചും കൂടി. അപ്പോഴാണ് നമുക്ക് കാർഡ് കിട്ടുക. അതിന് ശേഷം നമുക്ക് വീഡിയോ KYC ഓപ്ഷൻ വരും. അപ്പോൾ വീഡിയോ KYC ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെർച്വൽ കാർഡ് കിട്ടും. ചില സമയത്ത് പ്രോസസ്സിംഗ് ഡേയ്സ് ആയിട്ട് ചിലപ്പോൾ 3 to 4 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് എടുക്കാറുണ്ട് കേട്ടോ. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ട്രാഫിക് ആണ്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് കാർഡ് ആക്റ്റീവ് ആവും. ഒരു 7 ദിവസത്തിനുള്ളിൽ ഫിസിക്കൽ കാർഡും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു സിവിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു FD ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് തന്നെ പറയാം. ഞാൻ ഡയറക്റ്റ് ബാങ്കുകളുടെ FD കാർഡ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആയിരിക്കും ഓൾറെഡി ഒരു സെക്യൂർഡ് കാർഡ് ആ ബാങ്കിന് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ തന്നെ അൺസെക്യൂർഡ് കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ പോരാത്തതിന് ഇപ്പോൾ റീസെൻ്റ്ലി RBI അത് കുറച്ച് ടൈറ്റനിങ്ങും അതുപോലെ തന്നെ റൂൾസും സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതും കൂടെ നല്ലത് SBM ബാങ്കിൻ്റെ എടുക്കാതിരിക്കുന്നത്. SBM ബാങ്കിൻ്റെ സെക്യൂർഡ് അല്ലെങ്കിൽ എല്ലാം സെക്യൂർഡ് കാർഡുകളാണ്. അൺസെക്യൂർഡ് കാർഡൊന്നും അവർ ഇറക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഡയറക്റ്റ് ഇതുപോലെ തന്നെ SBIൻ്റെയോ ICICI ബാങ്കിൻ്റെയോ HDFC കാർഡ് എടുക്കാനായിട്ട് നല്ലത് നിങ്ങൾക്ക് ഇങ്ങനത്തെ എടുക്കാതിരിക്കുക. എന്ന് വെച്ചാൽ അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവരുടെ അൺസെക്യൂർഡ് കാർഡ് കിട്ടാനുള്ള ഓപ്ഷൻസ് കുറയും, ലിമിറ്റേഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്യാൻ മറക്കണ്ട ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 3ാമത്തെ ചാനൽ, അതായത് പുതിയ ചാനൽ തുടങ്ങിയിരുന്നു GHH വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ മൂവി ന്യൂസ്, ഫിലിം ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ് സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. മറക്കണ്ട കേട്ടോ. അടുത്ത കാണാം. ബൈ.